എടാ ഷെർഫ്, ആ നീ എപ്പോ ഇതിനകത്ത് കയറിയത്? ഞാൻ കേറിട്ട് കുറച്ചു നേരമായി. എടാ ചങ്ങായി, അതൊരു സാധനം കഴിക്കുന്നില്ലല്ലോ. ഞാനെന്തോ കൊടുക്ക്. നിങ്ങൾ ഇടക്കിടക്ക് അതിന് വന്നിട്ടൊന്ന് ചൊറിഞ്ഞു കൊടുക്കണേ, എന്നാലല്ലേ അണങ്ങുള്ളൂ. ചൊറിയാൻ പോയിട്ട് ആ കൂട്ടിന്റെ അടുത്തടുക്കാൻ സമ്മതിക്കില്ല. മാന്ത് പൊളിക്കുക ചെയ്തില്ല, അത് തിന്നുകൾ ഇഷ്ടം. ആ പിന്നെ എടാ ഇതിന് ഭക്ഷണം ഒന്നും കൊടുക്കാറ്റത് എങ്ങനെ ഞാവാളിയാക്കണം. പൊളിപ്പിയോ ലേശം വെള്ളം അടിച്ചു കൊടുക്ക, ഈ ചൂടല്ലേ. ആ വെള്ളം അടിക്കുന്നില്ല, വെള്ളം ഞങ്ങളും അടിച്ചു. ഞാൻ എന്തായാലും രണ്ട് പെങ്കടിക്കണം വിചാരിച്ചില്ല. ചങ്ങായി അതിനെ കുളിപ്പിക്കുന്നില്ല പ്രശ്നം. ഭക്ഷണം കഴിക്കുന്നില്ല, ഒരാളില്ലാത്തുണ്ട്. അതെ എന്താ വെച്ചൊരു പണി ഇനി വന്നായി. ഒരു കാര്യം ചെയ്യാം, അതിന് ഭക്ഷണം റെഡിയാക്കി വെച്ചതുണ്ട് ഇപ്പൊ. ഒന്ന് ദേശം ചൂടാക്കിയിട്ട് അങ്ങ് തന്നാൽ ഞാൻ കൊടുത്തോളൂല്ലേ? എന്താ വാറുണ്ണി ഇന്നേം കാത്താ നിന്നേരുവരെ കേട്ടോ. ചെറുപ്പം ഇനി വരാത്തോണ്ട് കുറെ ഭക്ഷണം ശരിക്കും കഴിക്കാത്ത നോക്കിയടാ. എന്തൊരു ഇണക്കാണ് ഇതേമാതിരി ഒരു പ്രാവശ്യങ്ങളെ കൂട്ടുകയറിയ പേടിയില്ലാണ്ട്. അതിന്റെ ജന്മം ഏകദേശം അടുത്തത് ചിലപ്പോ പുലിയായിട്ടിരിക്കട പുലി. പിന്നെ എടാ ഇത് ക്യാമറ പിടിച്ചിട്ടൊന്ന് കൂട്ടിയില്ലൊന്നാ. അതെല്ലാം പിന്നെ നോക്കാം. ഇനി ആദ്യം ഞാൻ ഭക്ഷണം കൊടുത്തരാം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അല്ല ക്യാമറ പിടി അല്ലെങ്കിൽ മറ്റേ കൊടുക്കാൻ പിടിച്ചോളൂ. എടാ ഞാൻ ഭക്ഷണം എടുക്കാൻ പോകുന്നുണ്ട്. ഇനി ഒന്ന് പിടിച്ചാൽ വെച്ചു കൊടുക്ക്. നോക്കുന്നുണ്ടോ? ഇവിടെ ഒന്നും ചെയ്തില്ല കണ്ടോ. ഇത്രയും ഇന്നോടൊക്കെ സഹകരിക്കുന്നത്. ഇനി പണ്ട് മൃഗമായിട്ടായിട്ട് ജനിച്ചതാണോ, പുലിയായിട്ട് ജനിച്ചതാണോ? ചെറിയ കുട്ടിയാകുമ്പോ ഞാൻ ഷെയ്ഖ് ഹസന്റെ കൂടെ പണിയെടുക്കുമ്പോ അവനെ നോക്കിയതാണ്. അതാണ് ഒരു സ്നേഹം. എത്രയായാലും ഇത്ര അടുക്കുന്നില്ല. ഇതിപ്പോ ഷെയ്ഖിന്റെ അടുത്ത് വരെ പോയിട്ട് അയാൾ എന്നോട് പറഞ്ഞെന്താ അറിയോ, ശാന്തിന അതിൻ്റെ ഉള്ളിൽ മാറ്റേണ്ടി വരും, അടുത്തേക്കാരും പോകണ്ട, അതിന് വിഷമമുണ്ട്. ഷെറഫൂനെ വിളിക്കാൻ കുറെ ദിവസമായി പറയുന്നു. ഞാൻ വിളിക്കുന്ന സമയത്തല്ല നീ അവിടെ അൽമാനെല്ലാം എന്തെടുക്കുന്ന, അവിടെ വലിയ തിരക്കാ പിടിയാന്നെല്ലാം പറഞ്ഞിട്ട് നീ അടക്കല്ലൊന്ന് വന്ന് നോക്കണം കേട്ടോ. 7 മണിക്കാണ് എന്റെ പണി ചെയ്യാം. പിന്നെ ഞാൻ ഈ രാത്രി വന്നിട്ട് എന്ത് ചെയ്യാനാ? രാത്രി വൈ ഒന്ന് വന്ന് നോക്കുക പിടിക്കൽ ചെയ്ത്. കാരണം എന്താ പറയുക, ഇത് ഭക്ഷണം കഴിക്കാതെ ക്ഷീണം പിടിച്ചാൽ അയാൾ പിന്നെ തോക്ക് കൊടുത്ത് ഞങ്ങളെ നേർക്കും. ഏതായാലും പാൻറ്റൊക്കെ അടിച്ചേൽക്കണോ ആയിക്കോട്ടെ. നോക്കുക അവൻ്റെ അടുത്ത് കൊടുക്കട്ടെ. ഭക്ഷണത്തിന്റെ എന്തായാലും നോക്കാം. ഞാൻ എടുത്തിട്ട് കൊണ്ടായിരുന്നു. ക്യാമറ അവൻ്റെ അടുത്ത് കൊടുക്കും കേട്ടോ. നോക്കില്ല പിടി. ആ ക്യാമറ ഒന്ന് പിടിച്ചാ പിടിച്ചോ. നല്ലോണം ഇണങ്ങി നിൽക്കുന്നുണ്ട് ചങ്ങായിന്റെ കൊടുത്തിട്ടുണ്ട്. ഇട ഒരു കാര്യം ചെയ്യും, ഇനി ഇവിടെ നിൽക്കും, ഞാൻ അവിടെ അൽമാനെ പണി എടുത്തോളാം. ചങ്ങായി അതാ നല്ല. എല്ലാം നീനെ നോക്കിയില്ലെങ്കിൽ അയാൾ വെടിവെച്ച് നമ്മളെ കൊല്ലും. അയാൾ പീരം കയറ്റി ഇന്നലെ വന്നത് ഒന്നേക്കുണ്ട്. പുലിക്കുന്ന പറ്റിയിട്ട് പിന്നെ അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ കൊന്നുകളി എന്ന് പറഞ്ഞാൽ കൊന്നുകളി. അയാൾ പറഞ്ഞതാ. മറ്റേ പുല്ലിന്റെടാ ഏത് ഇതിന്റെ തുണ അതപ്പുറമുണ്ട്. അതിന്റെ പ്രശ്നമല്ല, അത് പിന്നെയും കുറച്ചുകൂടി ഒരു പേടിയുണ്ട്. അതിന് അടിപേടിയാണ്. ഇതിനൊരു പേടിയില്ല. ഇത് കൈയും പല്ലും നഖമെല്ലാം കാണിച്ചിട്ടാ വരുന്നത്. അത് കണ്ടാ മനുഷ്യജീവികൾ ആരും അടുത്ത് നിൽക്കുക. അതൊരു വന്യമൃഗ ജീവിയല്ലേ. എനക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. ഞാൻ തീരെ എടുക്കില്ല. ഞാൻ ഈ ഇടയ്ക്കൊരു പ്രാവശ്യം ഇറച്ചിയും കൊണ്ടുപോയിട്ട് എല്ലാം കാണണ്ടല്ലേ. അത് സാർ ഉള്ളതെല്ലാം ഒപ്പിച്ചും കൊടുക്കുക. അത് കുറച്ച് ഉപ്പ് കൂടിയിട്ടായിരിക്കണം എടുക്കുന്നില്ല. വെള്ളം കൊടുക്കണടാ. കുറച്ച് വെള്ളം എടുത്ത വെള്ളം ഒന്നാമത് നോക്കാത്ത. ഞാൻ ഏതായാലും ഞാൻ ഷേക്കിനെ വിളിച്ചിട്ടൊന്ന് പറയട്ടെ. ഇനി രാത്രി അടക്കലൊന്ന് പറ്റുമെങ്കിൽ ഇങ്ങോട്ട് പോകാം കേട്ടോ. ആടാ പണിയാടാ, പണിന്റെ ഇടയിൽ നമുക്ക് ഫോൺ ബെല്ലടിക്കുന്നു. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ വരുന്നേടാ. ഞാൻ വരുന്നു.